ഒന്നും ശരിയായിട്ടില്ല. പക്ഷെ നിങ്ങളെ മലയാള സിനിമയിൽ വല്യേട്ടനാക്കും ഞങ്ങളെന്ന് പറഞ്ഞു. ഓ അതെപ്പോഴേ ആയിട്ടുണ്ട് ഞാൻ വല്യേട്ടൻ. അതല്ല, നിങ്ങളിട്ട സിനിമയ്ക്ക് പേരിട്ട് കഴിഞ്ഞു, വല്യേട്ടൻ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ആരാണ് പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസറുടെ പേര് പറഞ്ഞു. പ്രൊഡ്യൂസർ ബൈജു അമ്പലക്കരയാണ്. അവൻ പറഞ്ഞു. ഓഹോ അത് ശരി. തിരക്കഥ രഞ്ജിത്ത്, സംവിധാനം ഷാജി കൈലാസ്, നായകൻ മമ്മൂട്ടിയാണ് നായകനെങ്കിലും മമ്മൂട്ടിയോടൊപ്പം കുറേ പേരുണ്ട്. അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഇവരുടെ കയ്യിൽ കഥയായിട്ടില്ല അവർക്ക്. മമ്മൂട്ടി ഇടയ്ക്ക് പിടിച്ച് എന്തേ കഥ അതൊന്ന് കേൾക്കട്ടെ. അപ്പോൾ ഷാജി പറഞ്ഞു കഥയാവും പറയാം, പെട്ടെന്ന് പറയേണ്ടത് നിങ്ങൾ ആ ടൈറ്റിൽ കാണാം, വലിയായിട്ടുള്ള ടൈറ്റിലാണത്. ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ വരും. ഇങ്ങനെ പറഞ്ഞ് കുറേ ദിവസം കഴിയുന്നു. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം തീരുമാനിക്കുന്നു. ഷൂട്ടിംഗ് തീരുമാനിച്ചെങ്കിലും ഒന്നും ആയിട്ടില്ല. അപ്പോൾ വീണ്ടും മമ്മൂട്ടി വിളിക്കും, നിങ്ങൾ കളിക്കരുത്, എനിക്ക് വേറെ ഡേറ്റ് കൊടുക്കേണ്ടതാണ്. എന്നിട്ടാണ് എൻ്റെ ഡേറ്റ് വേണ്ടത്. കാരണം ഡേറ്റ് പറയാൻ പറ്റുന്നില്ല, കഥയായില്ല, ഷൂട്ടിംഗ് തുടങ്ങാൻ എന്തെങ്കിലും സ്ക്രിപ്റ്റ് വേണ്ടേ, അതായിട്ടില്ല. സാധാരണ മമ്മൂട്ടിക്കായാലും ഏത് ഒരു തിരക്കഥ എഴുതായിരുന്നാലും രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇത്രയും താമസം എടുക്കാറില്ല. അതായത് അത് പെട്ടെന്ന് എഴുതി തീർക്കുന്ന ഒരാളാണത്. രണ്ടാമത് റീറൈറ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അത്രയും മിടുക്കനാണ് ഈ രംഗത്ത് രഞ്ജിത്ത് ആലോചിക്കണം. രഞ്ജിത്ത് ഇങ്ങനെ രാവും പകലും ഇരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഈ സാധനം വരുന്നില്ല. പക്ഷെ ഷാജി ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് പറയണത്. ഇവിടെയാണെങ്കിൽ ബൈജു ആണെങ്കിൽ ഡേറ്റിൻ്റെ കാര്യം ദൈവത്തിൽ ഒരുക്കിയിട്ട്, കാരണം എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. ബൈജുവിനോടൊപ്പം തന്നെ ബൈജുവിൻ്റെ ചേട്ടൻ അനിൽ അമ്പലക്കരയോടൊക്കെ